സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള മാള പഞ്ചായത്ത് ഭരണസമിതി നീക്കത്തിൽ കോൺഗ്രസിനും ബിജെപിക്കും നേട്ടം. കോൺഗ്രസ് ബിജെപി കൂട്ടുകെട്ട് നടന്നെന്ന ആരോപണവുമായി ഭരണകക്ഷിയായ LDF രംഗത്തെത്തി. മറ്റത്തൂരിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു. ബിജെപി അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് ഇന്ന് രാവിലെയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് സമർപ്പിച്ചത്. കൊടുങ്ങല്ലൂർ VP തുരുത്തിൽ വൻ കുടിവെള്ള മോഷണം പിടികൂടി. കുടിവെള്ളത്തിൽ ഉപ്പ് കലർന്നതായുള്ള പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കുടിവെള്ളം മോഷ്ടിക്കുന്നതായി കണ്ടെത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള മാള പഞ്ചായത്ത് ഭരണസമിതി നീക്കത്തിൽ കോൺഗ്രസിനും ബിജെപിക്കും നേട്ടം. ഇരുവർക്കും ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരെ ഇനി തെരഞ്ഞെടുക്കാനാകും. നിയമാനുസൃത തെരഞ്ഞെടുപ്പിൽ പങ്കുവെപ്പ് നീക്കം പരാജയപ്പെട്ടതോടെ കോൺഗ്രസ് ബിജെപി കൂട്ടുകെട്ട് നടന്നെന്ന ആരോപണവുമായി ഭരണകക്ഷിയായ LDFും രംഗത്തെത്തി. മാള പഞ്ചായത്തിലെ വനിതാ സംവരണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ബിജെപിക്കും നേട്ടം. നിലവിൽ 21 അംഗങ്ങളുള്ള പഞ്ചായത്ത് ഒരംഗത്തിന്റെ മേൽക്കോയ്മയിൽ LDF ആണ് ഭരിക്കുന്നത്. 9 അംഗങ്ങൾ LDFിനും 8 അംഗങ്ങൾ UDFിനും 4 അംഗങ്ങൾ ബിജെപിക്കുമാണുള്ളത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ UDFിന് 11 വോട്ടും LDFിന് 9 വോട്ടും ലഭിച്ചു. ഒരു കോൺഗ്രസ് അംഗത്തിന്റെ വോട്ട് അസാധുവായി. അങ്ങനെ വികസനകാര്യത്തിൽ കോൺഗ്രസ് അംഗങ്ങൾക്ക് ആധിപത്യമായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് 10 വോട്ടും LDFിന് 9 വോട്ടും UDFിന് 2 വോട്ടും വന്നതോടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിജെപി നയിക്കും. നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളായ വികസനവും ആരോഗ്യവും കോൺഗ്രസിനും ക്ഷേമകാര്യം ബിജെപിക്ക് ലഭിക്കാനാണ് സാധ്യത. പഞ്ചായത്തിൽ നടന്നത് കോൺഗ്രസ് ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് CPI നേതൃത്വം ആരോപിച്ചു. ഇത് ഏറ്റവും പ്രതിഷേധാർഹമാണ്, ഏറ്റവും വഞ്ചനാപരമാണ്. എങ്ങനെയും അധികാരം പിടിച്ച് ഇവിടെ എന്തെങ്കിലും എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ശോഭന ഗോകുൽനാഥ് മറ്റേ അസാദ് വയ്ക്കൊരു വോട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. രണ്ടാമത്തെ മറ്റേ ക്ഷേമകാര്യ വനിതയിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നത്. അവരൊരു സ്റ്റാൻഡ് എടുത്തത് നല്ലൊരു ജനാധിപത്യ ബോധം ഉള്ളതുകൊണ്ടാണ് അവർ ആ സ്റ്റാൻഡ് എടുത്തത്. അതുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി ഇവിടെ വോട്ട് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വനിതാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അത് പ്രതിഷേധകരമാണ്, ഖേദകരമാണ്. മറ്റത്തൂർ മോഡൽ തന്നെയാണ് ഇവർ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഇല്ലാതെ കഴിയുമ്പോൾ BJP വളർന്നുകൊണ്ടിരിക്കുന്നത്, വർഗീയ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുന്നതും. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും ഓരോരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഉൾപ്പെടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന പരിണിതിയാണിതെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മാളയിൽ ഒരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തി കഴിഞ്ഞു. മീഡിയ ടൈം, മാള. മറ്റത്തൂരിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു. BJP അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു. ഇന്ന് രാവിലെയാണ് മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി PS പ്രദീപ് കുമാറിന് നൂർജഹാൻ നവാസ് രാജിക്കത്ത് സമർപ്പിച്ചത്. മറ്റത്തൂരിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി ഉണ്ടായ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജിയും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP അംഗങ്ങളുടെ സഹായത്തോടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ KPCC നിർദ്ദേശിച്ച സമവായ ഫോർമുലയുടെ ഭാഗമായാണ് നൂർജഹാൻ നവാസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നൂർജഹാൻ BJPയുടെ പിന്തുണയോടെ നേടിയ സ്ഥാനം രാജിവെക്കണമെന്ന് നിർദ്ദേശം മാനിച്ചാണ് രാജി. പ്രസിഡന്റ് ടെസി ജോസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും KPCC നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചതിനാൽ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പ്രസിഡന്റ് ടെസി ജോസ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി തുടങ്ങിയവർക്കൊപ്പമാണ് നൂർജഹാൻ നവാസ് രാജിക്കത്ത് കൈമാറാൻ എത്തിയത്. മീഡിയ ടൈം, കൊടകര. പറവൂരിൽ ഇത്തവണ കനത്ത മത്സരം നടക്കും. പറവൂർ MLAയും പ്രതിപക്ഷ നേതാവുമായ VD സതീശനെതിരെ VS സുനിൽകുമാറിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിലാണ് CPI. തുടർച്ചയായി 6ാം വട്ടമാണ് VD സതീശൻ പറവൂരിൽ അംഗത്തിനിറങ്ങുന്നത്. അതേസമയം പറവൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം CPIനുള്ളിൽ ശക്തമാണ്. പറവൂരിൽ VS സുനിൽകുമാറിന് ഇളവ് നൽകി VD സതീശനെതിരെ മത്സരിപ്പിക്കാനാണ് CPI ആലോചന.
സുനിൽകുമാർ എത്തിയാൽ മികച്ച മത്സരം ഉറപ്പിക്കാനാകുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഏകപക്ഷീയമായ മത്സരമാണ് പലപ്പോഴും മണ്ഡലത്തിൽ നടക്കുന്നതെന്നും ജനകീയ മുഖമുള്ള താര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ ഗൗരവമുള്ള മത്സരം നടക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ് VS സുനിൽകുമാറിലേക്ക് എത്തിയത്. പറവൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം CPIM-നുള്ളിൽ ശക്തമാണ്. പറവൂരിൽ പാർട്ടിക്കുള്ളിൽ പുകയുന്ന വിഭാഗീയതയ്ക്കും സുനിൽകുമാറിന്റെ വരവോടെ പരിഹാരമായേക്കുമെന്ന കണക്കുകൂട്ടലും നേതൃത്വത്തിനുണ്ട്. മുൻ ജില്ലാ സെക്രട്ടറി P. രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങൾ പൊതുജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. പറവൂരിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ കൗൺസിലിലും കർശന നിർദ്ദേശം നൽകിയിരുന്നു. മണ്ഡലം ഏറ്റെടുക്കണമെന്ന CPIM-ലെ ആവശ്യം വകവെച്ചു കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയത്. പറവൂരിൽ നടപ്പാക്കിയ പ്രളയാനന്തര പദ്ധതിയായ പുനർജനിയിൽ CPI അന്വേഷണം നടത്താനുള്ള സർക്കാർ നീക്കം സതീഷിനെതിരെ മണ്ഡലത്തിൽ ആയുധമാക്കാനാണ് LDF നീക്കം. എന്നാൽ ഗുണഭോക്താക്കൾ ആ നീക്കത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നേതൃത്വത്തിന് ഉറപ്പില്ല. എന്തായാലും CPI മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മീഡിയ ടൈം, പറവൂർ. കൊടുങ്ങല്ലൂർ VP തുരുത്തിൽ വൻ കുടിവെള്ള മോഷണം പിടികൂടി. കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കലർന്നതായുള്ള പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് VP തുരുത്തിൽ വൻതോതിൽ കുടിവെള്ളം മോഷ്ടിക്കുന്നതായി കണ്ടെത്തിയത്. പുഴയിൽ നിന്നും വരുന്ന മണൽ കഴുകി വൃത്തിയാക്കി വിൽക്കുന്നതും അനധികൃതമായി ശേഖരിക്കുന്ന കുടിവെള്ളത്തിലാണെന്നും തെളിഞ്ഞു. VP തുരുത്ത് തേനാലിപ്പറമ്പിൽ TC സുബ്രഹ്മണ്യന്റെ വീട്ടുവളപ്പിലാണ് വൻതോതിൽ കുടിവെള്ളം മോഷ്ടിക്കുന്നതായി കണ്ടെത്തിയത്. സുബ്രഹ്മണ്യന്റെ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന വിതരണ ലൈനിൽ നിന്നുള്ള വെള്ളം അനധികൃതമായി വാൽവ് വെച്ച് പൈപ്പ് കണക്ട് ചെയ്ത് വാട്ടർ ടാങ്കിലേക്ക് ഉപയോഗിച്ചിരുന്നതായും പുഴയിൽ നിന്നും വരുന്ന മണൽ കഴുകി വൃത്തിയാക്കി വിൽക്കുന്നതും അനധികൃതമായി ശേഖരിക്കുന്ന കുടിവെള്ളത്തിലാണെന്നും തെളിഞ്ഞു. വീടിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതായും ബോധ്യപ്പെട്ടു. പൈപ്പ് ലൈനിന് സമീപമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന 80,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നതും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ, റവന്യൂ ഓഫീസർ ജോബി, സീനിയർ പ്ലംബിംഗ് ഇൻസ്പെക്ടർ നാനാജി, ഓവർസിയർ സക്കീർ ഹുസൈൻ, രഞ്ജിത, മീറ്റർ ഇൻസ്പെക്ടർ ഷിബു എന്നിവരടങ്ങിയ സംഘമാണ് കുടിവെള്ള മോഷണം പിടികൂടിയത്. വർഷങ്ങളായി കുടിവെള്ള മോഷണം നടക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിന്റെ നഷ്ടം കണക്കാക്കാനുള്ള പരിശോധനകൾ ഇന്നും നാളെയുമായി നടക്കും. കത്തിനശിച്ച വാഹനങ്ങളുടെ കാലപ്പഴക്കം കണ്ടെത്താനുള്ള പരിശോധനയാണ് ആദ്യം നടക്കുക. അതിനുശേഷമേ വാഹനങ്ങളുടെ നിലവിലെ വില നിശ്ചയിക്കാനാകൂ. പരിശോധനകൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ നേതൃത്വം നൽകും. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള പരിശോധനകൾ പോലീസിന്റെയും കൂടി സഹായത്തോടെ നിർവഹിക്കും. നമ്പർ പ്ലേറ്റുകളടക്കം കത്തിപ്പോയതിനാൽ വാഹനങ്ങളുടെ ചേസിസ് നമ്പർ പരിശോധിച്ച് രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്തി വേണം കാലപ്പഴക്കം നിർണ്ണയിക്കാൻ. 300ഓളം വാഹനങ്ങൾ കത്തി നശിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്ത അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇത്രയും വാഹനങ്ങളുടെ ചേസിസ് നമ്പർ പരിശോധിക്കാൻ 2 ദിവസമെങ്കിലും വേണ്ടിവരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാഹനങ്ങൾ കത്തി നശിച്ചവരുടെ പരാതികൾ ഇനിയും ലഭിക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ യഥാർത്ഥ നഷ്ടം കണക്കാക്കാനാകൂ. തുടർന്ന് റെയിൽവേ സാമഗ്രികളുടെ നഷ്ടവും റെയിൽവേയുടെ കൂടെ സഹായത്തോടെ കണക്കാക്കും. പാർക്കിംഗ് കേന്ദ്രത്തിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളിൽ ഒന്നിന് തീ പിടിച്ചതിനു പിന്നാലെ മറ്റു വാഹനങ്ങളിലേക്ക് തീ പടർന്നെന്നും പാർക്കിംഗ് കേന്ദ്രത്തിനടുത്തുള്ള റെയിൽവേ ഇലക്ട്രിക് ലൈനിലുണ്ടായ തീപ്പൊരി മൂടിയിട്ടിരുന്ന വാഹനത്തിൽ പതിച്ച് തീ പിടിക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികളുടെ മൊഴികളുണ്ട്. ഇത് പോലീസ് പരിശോധിക്കും. റെയിൽവേ ഇലക്ട്രിക് ലൈനിൽ നിന്ന് നിയമപ്രകാരം പാലിക്കേണ്ട അകലം പാർക്കിംഗ് ഏരിയയിൽ ഇല്ലെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇത് വിശദമായി പരിശോധിക്കും. പാർക്കിംഗ് കരാർ, പാർക്കിംഗ് ഏരിയയിൽ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ, തീപിടുത്തം തടയാനായി ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടോ തുടങ്ങിയവയും പരിശോധനയുടെ ഭാഗമാകും. ഇന്നലെ റെയിൽവേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം പരിശോധന നടത്തി. തീപിടുത്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും സമഗ്രമായി പരിശോധിക്കാനും പദ്ധതിയുണ്ട്. റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിലാണിത്. റെയിൽവേ സ്റ്റേഷനിലെ താത്കാലികമായി ഉണ്ടാക്കുന്നതടക്കമുള്ള നിർമ്മാണങ്ങൾ നിയമാനുസൃതമാണോ എന്നും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്താനും കോർപ്പറേഷൻ സെക്രട്ടറി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. പുത്തൻചിറ പുളിയലക്കുന്ന് സ്വദേശികളായ കാക്കനാടൻ വീട്ടിൽ സനീഷ്, മദിയത്ത് വീട്ടിൽ അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത്. പുത്തൻചിറ കണ്ണിക്കുളങ്ങര സ്വദേശി വൈപ്പിൻകാട്ടിൽ വീട്ടിൽ മുഹമ്മദ് സെയ്ദറിനും സുഹൃത്ത് ഹാരിസിനുമാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പുത്തൻചിറ മങ്കിടിയിലായിരുന്നു സംഭവം.
മുഹമ്മദ് സെയ്ദറിന്റെ സുഹൃത്തായ കൊല്ലാട്ട് വീട്ടിൽ ഹാരിസും പ്രതികളിൽ ഒരാളും തമ്മിൽ നേരത്തെയുണ്ടായിരുന്ന തർക്കമാണ് ആക്രമത്തിൽ കലാശിച്ചത്. റോഡിലൂടെ പോവുകയായിരുന്ന മുഹമ്മദ് സെയ്ദറിനെയും ഹാരിസിനെയും സൽമാൻ ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. തുടർന്ന് സെയ്ദറിന്റെ കൈവശമുണ്ടായിരുന്ന ഹെൽമറ്റ് പിടിച്ചുവാങ്ങി തലയുടെ പിൻഭാഗത്തടിക്കുകയും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ബലമായി വാങ്ങി നിലത്തെറിഞ്ഞ് നശിപ്പിക്കുകയും ചെയ്തു. മുഹമ്മദ് സെയ്ദർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത മാള പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർ PM റഷീദ്, GSIമാരായ മുഹമ്മദ് ബാഷി, വിനോദ് കുമാർ, ASI ഷാലി ബാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഷറഫുദ്ദീൻ, PD ദിബീഷ്, വഹദ്, KK ജിബിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, മാള. തൃശൂർ അരിമ്പൂരിൽ ഉത്സവത്തിനിടയിൽ 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതി പിടിയിൽ. തമിഴ്നാട് സ്വദേശിനി പളനി അമ്മാളിനെ നാട്ടുകാരാണ് പോലീസിന് കൈമാറിയത്. മാല പൊട്ടിക്കുന്നതിനിടയിൽ കുഞ്ഞിന്റെ കഴുത്തിന് മുറിവേറ്റിട്ടുണ്ട്. ക്ഷേത്ര ഉത്സവങ്ങളിലെ മറവിൽ മോഷണം നടത്തുന്ന സംഘത്തിലുള്ള ആളാണ് പിടിയിലായ പളനി അമ്മാൾ എന്ന് പോലീസ് പറയുന്നു. പിന്നെ என்ன பண்ணன இப்ப நீ என்ன பண்ணன ஒரு பயம் கூட கிடையாது கூட்டத்துக்குள்ள ஒரு துளி கூட பயம் இல்லாம அறுத்துட்டு அங்க ஓடுற நீ என்ன அம்மா அங்கிட்டு குழந்தையோட கழுத்து முறிஞ்சிருந்தேன்னு வச்சுக்கவே உயிரோட இருந்துருவாங்க. തൃശൂർ പേരാമംഗലം സ്വദേശികളായ കുടുംബമാണ് 9 മാസം പ്രായമുള്ള കുഞ്ഞുമൊത്ത് അരിമ്പൂരിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിയത്. ഉത്സവത്തിന്റെ പ്രധാന ദിവസമായതിനാൽ ക്ഷേത്ര പരിസരത്തെല്ലാം വലിയ തിരക്കായിരുന്നു. അതിനിടെ രാത്രി 7 മണിയോടെയാണ് കുഞ്ഞിന്റെ മാല പൊട്ടിച്ചത്. ബഹളം കേട്ട ആളുകൾ ഓടിക്കൂടിയപ്പോൾ യുവതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നാട്ടുകാരും പോലീസും പിന്തുടർന്നതോടെ മാല അടുത്തുള്ള കടയിലേക്ക് വലിച്ചെറിഞ്ഞു. തുടർന്ന് തമിഴ്നാട് സ്വദേശിനി പളനി അമ്മാളിനെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. തുടർന്ന് പ്രതിയെ അന്തിക്കാട് പോലീസിന് കൈമാറി. മാല പൊട്ടിക്കുന്നതിനിടെ കുഞ്ഞിന്റെ കഴുത്തിന് മുറിവേറ്റിട്ടുണ്ട്. ക്ഷേത്ര ഉത്സവങ്ങളുടെ മറവിൽ മോഷണം നടത്തുന്ന സംഘത്തിലുള്ള ആളാണ് പിടിയിലായ പളനി അമ്മാൾ എന്ന് പോലീസ് പറയുന്നു. ഇവരുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതിയിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തു. മീഡിയ ടൈം, തൃശൂർ. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കയ്പമംഗലം ചളിങ്ങാട് അമ്പലനടയിൽ റോഡിലെ മണ്ണിൽ പുതഞ്ഞ് നിയന്ത്രണം വിട്ട സ്കൂട്ടർ താഴ്ചയിലേക്ക് വീണു. സ്കൂട്ടർ യാത്രികന് പരിക്ക്. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ കുടിവെള്ള പൈപ്പിടാൻ കുഴിച്ചെടുത്ത മണ്ണിൽ പുതഞ്ഞ് നിയന്ത്രണം വിട്ട സ്കൂട്ടർ 10 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. സ്കൂട്ടർ യാത്രികനായ ചളിങ്ങാട് പള്ളിനട സ്വദേശി പുത്തൂര് വീട്ടിൽ ഷാജുവിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ നാട്ടുകാർ ചന്ദ്രാപ്പിനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി എടുത്ത കുഴി യഥാവിധി പുനഃസ്ഥാപിക്കാത്തത് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു. സംസ്ഥാന സിവിൽ സർവീസ് ചാമ്പ്യൻഷിപ്പ് തൃശൂർ ജില്ലാ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം MV പ്രശാന്ത്, ഹാർബിൻ C ലോനപ്പൻ, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി S രാജേന്ദ്രൻ നായർ, വിനോദ് VC തുടങ്ങിയവർ സംസാരിച്ചു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന തൃശൂർ ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 25 വേദികളിലായി 249 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 19 സബ് കമ്മിറ്റികൾ ഉണ്ട്. ഓരോ കമ്മിറ്റിക്കും DEOമാര്, AEOമാര്, സൂപ്രണ്ടുമാർ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സൂപ്രണ്ടുമാർ എന്നിവർക്ക് അധിക ചുമതല നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ 25 വേദികളിലും ഓവറോൾ ഒരു ചുമതല എന്നുള്ള നിലയിൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർ, RDDമാർ, JDമാർ, AEOമാർ, DEOമാർ, ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ഉദ്യോഗസ്ഥന്മാർ അവർക്കെല്ലാം ചുമതല കൊടുത്തിട്ടുണ്ട്. 14 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
ജനുവരി 14 മുതൽ 18 വരെ ജില്ലയിൽ 25 വേദികളിലായി 249 മത്സര ഇനങ്ങൾ വിദ്യാർത്ഥികൾ മത്സരിക്കും. തേക്കിൻകാട് മൈതാനത്തെ എക്സിബിഷൻ ഗ്രൗണ്ടാണ് പ്രധാന വേദി. കാട്ടാനക്കൂട്ടം ക്ഷേത്രം തകർത്തു. വെറ്റിലപ്പാറ ഫാക്ടറിക്ക് സമീപമുള്ള ശിവക്ഷേത്രമാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. ഇതിന് സമീപത്തെ തോട്ടം തൊഴിലാളികളുടെയും വീടുകളിലും ആനക്കൂട്ടം നാശം വരുത്തി. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ക്ഷേത്രത്തിൽ ഗണപതി പ്രതിഷ്ഠയുള്ള ഭാഗമൊഴികെ എല്ലാ വാതിലുകളും ആനക്കൂട്ടം തകർത്തിട്ടുണ്ട്. പ്രദേശത്ത് കുറച്ചു നാളുകളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. ചാലക്കുടി നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. വാഴച്ചൽ DFO സുരേഷ് ബാബു വരണാധികാരിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് 9-ന് നടക്കും. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിനും പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയ നടപടിക്കെതിരെ മാളയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വെനസ്വേലിയൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KV സുജിത്ലാൽ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയുടെ നേതൃത്വത്തിൽ റൊണാൾഡ് ട്രംപ് തങ്ങളാണ് ലോകത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് ലോകത്തിലെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും യുദ്ധത്തിലൂടെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ മുതലാളിത്തം തകരട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ലോകത്ത് മനുഷ്യന് പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, സമാധാനത്തിന് വേണ്ടി ലോകത്തെമ്പാടും പ്രയത്നിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ലോകത്ത് യുദ്ധക്കൊതി അടിച്ചേൽപ്പിച്ചുകൊണ്ട് ലോകത്തെല്ലാം യുദ്ധമുണ്ടാകട്ടെ എന്നുള്ള ചിന്ത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് മുതലാളിത്തത്തിന്റെ താല്പര്യങ്ങൾ ലോകത്ത് പരത്തുന്നതിന് വേണ്ടിയിട്ടാണ് റൊണാൾഡ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലം കത്തിച്ചു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VM വത്സൻ, MK ബാബു, അരുൺ, PV ഗോപാലകൃഷ്ണൻ, UV വാസുദേവൻ, ബൈജു മണ്ണാന്തറ, CN സുധാർജനൻ, VS വിശ്വംഭരൻ, KK ഹഫ്സൽ, സിനി ബെന്നി വെമ്പിൽ, സജിത സുനിൽകുമാർ, ശൈലജ, സിമി ഭൂപേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാള ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ധാരാളം മീറ്റിങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ പങ്കെടുത്ത വിസിറ്റ് എന്ന നിലയ്ക്കാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്. ഷീല മാഡം അവിടെ സംശയം പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ടാണ് അത് ക്ലാരിഫൈ ചെയ്തത്. ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് ബോഡി ലാംഗ്വേജ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാനത് സൂചിപ്പിച്ചത്. ഞാൻ പങ്കെടുത്ത മീറ്റിങ്ങിൽ കാര്യമായിട്ടാണ് ഞാനത് കാണുന്നത്. ഒരു ഏകദേശം 250ഓളം പ്രോഗ്രാമുകൾ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി ഞാൻ നടത്തി കണ്ടിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് ബന്ധങ്ങളുടെ അടിസ്ഥാനം കുടുംബത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് അത് സമൂഹത്തിലേക്ക് പെട്ടെന്ന് പകർന്നു നൽകാൻ സാധിക്കും എന്നതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനായിട്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യൻ ബാഡ്മിന്റൺ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജോസ്ന വി ജോണിയെ ആദരിച്ചു. മാള പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്കുള്ള എയർ ബെഡുകളുടെയും വാക്കറിന്റെയും വിതരണവും സേവനഗിരി സ്നേഹാലയത്തിലേക്കുള്ള സാമ്പത്തിക സഹായ വിതരണവും നടന്നു. AR രാമകൃഷ്ണൻ, വിമൽ വേണു, ഷിബു പണ്ടാല, ജീജ ദേവസി, സാലി പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പിള്ളിയിലെ പ്രധാന ഹൈന്ദവ ദേവാലയമായ അയ്യപ്പ സമാജം അയ്യപ്പ നവഗ്രഹ ക്ഷേത്രത്തിലെ ഉത്സവം ജനുവരി 8 മുതൽ 14 വരെ നടക്കും. 8-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8-നും 8:30-നും ഇടയിൽ കൊടിയേറ്റം നടക്കും. കാവടി അഭിഷേകം, പൊങ്കാല, താലം വരവ്, നാഗത്തിന് 100 പാലും, ജംഗ്ഷൻ കാവടി, പള്ളിവേട്ട മഹോത്സവം, ആനപ്പൂരം, ആറാട്ട് എന്നിങ്ങനെയാണ് പ്രധാന ആഘോഷ ചടങ്ങുകൾ. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ശിവരാജൻ ചക്കത്തറ, സെക്രട്ടറി അനീഷ് ചെന്താമര, കൺവീനർ അജിൻ പതിരായി തുടങ്ങിയവർ പങ്കെടുത്തു. MES അസ്മാബി കോളേജ് അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചു. മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റും അലുമിനി അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K സമീന ഉദ്ഘാടനം ചെയ്തു. മീഡിയ 1 TV പ്രിൻസിപ്പൽ കറന്റ് പോണ്ടൻ ഷിനോജി K ഷംസുദ്ദീൻ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു.
അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ KP സുമേധൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി നജീബ്, നസീർ മാടവന, മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി സുനൈന M. നാസർ, ഡോക്ടർ അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള മാള പഞ്ചായത്ത് ഭരണസമിതി നീക്കത്തിൽ കോൺഗ്രസിനും BJPക്കും നേട്ടം. കോൺഗ്രസ് BJP കൂട്ടുകെട്ട് നടന്നെന്ന ആരോപണവുമായി ഭരണകക്ഷിയായ LDF രംഗത്തെത്തി. മറ്റത്തൂരിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു. BJP അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് ഇന്ന് രാവിലെയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് സമർപ്പിച്ചത്. കൊടുങ്ങല്ലൂർ VP തുരുത്തിൽ വൻ കുടിവെള്ള മോഷണം പിടികൂടി. കുടിവെള്ളത്തിൽ ഉപ്പ് കലർന്നതായുള്ള പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കുടിവെള്ളം മോഷ്ടിക്കുന്നതായി കണ്ടെത്തിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.